നമസ്കാരം. അല്ലയോ മമതാ ദീദി, നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ പാർട്ടി അടിച്ചേൽപ്പിച്ച ഗുണ്ടാരാജിൻ്റെ തണലിൽ നെഞ്ചും വിരിച്ച് നടന്ന ആ പുഷ്പ ഒടുവിൽ ജനങ്ങൾക്ക് മുന്നിൽ വെറും നനഞ്ഞ പടക്കമായി മാറിയ കാഴ്ചയാണിപ്പോൾ ബംഗാളിലെ തെരുവുകളിൽ നിന്ന് വരുന്നത്. തൃണമൂൽ കോൺഗ്രസിന്റെ അഹങ്കാരവും അക്രമരാഷ്ട്രീയത്തിന്റെ പ്രതീകവുമായിരുന്ന ജഹാംഗീർ ഖാൻ എന്ന ക്രിമിനൽ ബംഗാളിലെ സാധാരണ ജനങ്ങൾക്ക് മുന്നിലൂടെ വെറും ഷോർട്സും ധരിച്ച് നഗ്നപാതനായി പോലീസ് കെട്ടിയ കയറിൽ കിടന്ന് കൈകൾ കൂപ്പി മാപ്പ് ചോദിക്കുന്ന ദൃശ്യം വെറും ക്രൈം വാർത്ത മാത്രമല്ല. ഇത് വർഷങ്ങളായി ബംഗാളിലെ മണ്ണിൽ മമതാ ബാനർജിയും അവരുടെ പാർട്ടിയും ചേർന്ന് വളർത്തിയെടുത്ത ഫാസിസ്റ്റ് ഗുണ്ടാ സംസ്കാരത്തിന്റെ ജനകീയ ശക്തിയും ജനാധിപത്യവും നൽകിയ കരണത്തടിയാണ്. ഈ സംഭവത്തിന് പിന്നിലെ യഥാർത്ഥ രാഷ്ട്രീയം എന്താണ്? ഇത് എങ്ങനെ സാധ്യമായി? ഇനി ബംഗാൾ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമാണ് വരാൻ പോകുന്നതെന്ന് നമ്മൾ കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട്. ആദ്യം തന്നെ എന്താണ് അവിടെ നടന്നതെന്ന് ലളിതമായി മനസ്സിലാക്കാം. മമതാ ബാനർജി അധികാരത്തിലിരിക്കുന്ന കാലത്ത് പശ്ചിമ ബംഗാളിലെ ജനങ്ങളുടെ ഉറക്കം കെടുത്തിയ വോട്ടർമാരെ തോക്കിന് മുന്നിൽ നിർത്തിയ ഒരു തൃണമൂൽ ഗുണ്ടയുണ്ടായിരുന്നു, ജഹാംഗീർ ഖാൻ. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തുക, BJP പ്രവർത്തകരെ ആക്രമിക്കുക, പാർട്ടിക്ക് വഴങ്ങാത്തവരുടെ വീടുകൾ തകർക്കുക തുടങ്ങി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഒരു ഒന്നൊന്നര ക്രിമിനൽ. ഈ ജഹാംഗീർ ഖാൻ കഴിഞ്ഞ ദിവസം അതിർത്തി വഴി നേപ്പാളിലേക്ക് മുങ്ങാൻ നോക്കുന്നതിനിടയിലാണ് പോലീസിന്റെ വലയിലാകുന്നത്. പിടിയിലായ ഇയാളെ ബംഗാൾ പോലീസ് കൈകാര്യം ചെയ്ത രീതിയാണിപ്പോൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും തരംഗമായിരിക്കുന്നത്. ഇയാൾ ഏതൊക്കെ സാധാരണക്കാരെയാണോ ഭീഷണിപ്പെടുത്തിയത്, ആരുടെയൊക്കെ നെഞ്ചത്താണോ കയറി ഭരണം നടത്തിയത്, അവിടുത്തുള്ള തെരുവുകളിലൂടെ ഇയാളെ പോലീസ് നടത്തിച്ചു. ശരീരത്തിൽ വെറും ഒരു ഷോർട്സ് മാത്രം, കാലിൽ ചെരുപ്പുമില്ല, കൈകൾ പോലീസ് കയറുകൊണ്ട് ബന്ധിച്ചിരുന്നു. വെറുതെ നടത്തിക്കുക മാത്രമല്ല, വഴിയിലുടനീളം തല കുനിച്ചും കൈകൾ കൂപ്പിയും ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് ജനങ്ങളോട് വിളിച്ച് മാപ്പ് പറയിച്ചാണ് പോലീസ് ഇയാളെ കൊണ്ടുപോയത്. ഈ കാഴ്ച കാണാൻ വഴിയോരങ്ങളിൽ തടിച്ചുകൂടിയത് ആയിരക്കണക്കിന് ജനങ്ങളാണ്. ഇതേ ജഹാംഗീർ ഖാനെ പോലീസ് ഇതിനു മുന്നേ പിടിച്ചിട്ടുള്ളതാണ്. അന്ന് ഒന്നാമത്തെ തവണ പോലീസ് കൊണ്ടുപോയപ്പോൾ ഈ ജഹാംഗീർ ഖാന് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. അന്ന് ഇയാൾ ആരോടും മാപ്പ് പറഞ്ഞതുമില്ല, തല കുനിച്ചതുമില്ല. എന്തുകൊണ്ടായിരുന്നു അയാൾക്ക് ഇത്രയും അഹങ്കാരം? ഉത്തരം ലളിതമാണ്. അന്ന് സംസ്ഥാനത്തിന്റെ ഭരണത്തിന്റെ തലപ്പത്ത് മമതാ ബാനർജി ആയിരുന്നു. എനിക്ക് മുകളിൽ ദീദിയുണ്ട്, പാർട്ടി നേതാക്കളുണ്ട്, പോലീസ് പിടിച്ചാലും നാളെ ഞാൻ പുഷ്പയെ പോലെ നെഞ്ചും വിരിച്ച് പുറത്തിറങ്ങും എന്ന തൃണമൂൽ കോൺഗ്രസിന്റെ ധാർഷ്ട്യമായിരുന്നു അന്ന് അയാളെ നയിച്ചത്. സിനിമയിലെ ഡയലോഗ് അടിച്ച് ബംഗാളിലെ കരുത്തനായ BJP നേതാവും ഇന്നത്തെ മുഖ്യമന്ത്രിയുമായ സുവേന്ദു അധികാരിയെ വരെ അയാൾ പുഷ്പയാണെന്ന് പറഞ്ഞ് വെല്ലുവിളിക്കാൻ ധൈര്യം കാട്ടി. മമതയുടെ ഒരു ഗുണ്ടാ സംരക്ഷണമായിരുന്നു അയാൾക്ക് കിട്ടിയിരുന്നത്. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിമറിഞ്ഞു. ബംഗാളിൽ BJP ഉയർത്തിയ ശക്തമായ ജനകീയ പ്രതിരോധവും സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ തൃണമൂലിന്റെ ഗുണ്ടാരാജിനെതിരെ നടത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവും കാരണം ഇത്തവണ ഇയാൾക്ക് കൈകൂപ്പേണ്ടി വന്നു. മമതയുടെ കാലത്ത് പോലീസിനെ സ്വന്തം പാർട്ടി ഓഫീസിലെ അടിമകളെ പോലെയാണ് TMC ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഇന്ന് നിയമം അതിന്റെ വഴിക്ക് സഞ്ചരിക്കാൻ തുടങ്ങി. അക്രമികൾക്ക് ഇനി രാഷ്ട്രീയ സംരക്ഷണം കിട്ടില്ലെന്ന സ്ഥിതി വന്നു. തൃണമൂലിന്റെ ഭീഷണികൾക്ക് മുന്നിൽ ഇനി ആരും തലകുനിക്കില്ല എന്ന് ബംഗാളിലെ വോട്ടർമാരും ജനങ്ങളും തീരുമാനിച്ചതോടെ ജഹാംഗീറിനെ പോലെയുള്ള ക്രിമിനലുകൾക്ക് നിലനിൽപ്പില്ലാതെയായി. രക്ഷപ്പെടാൻ നേപ്പാൾ അതിർത്തി വരെ ഓടിയെങ്കിലും ഒടുവിൽ നിയമത്തിന്റെ കൈകൾ അവനെ പിടികൂടി. ഇവിടെ നമ്മൾ തുറന്നു പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധിയോ പാർട്ടി സ്ഥാനാർത്ഥിയോ ആകേണ്ടവർ ജനങ്ങളെ സേവിക്കേണ്ടവരാണ്, അല്ലാതെ അവരെ തല്ലാനും ഭീഷണിപ്പെടുത്താനുമുള്ള ലൈസൻസ് അല്ല അധികാരം. മമതാ ബാനർജിയുടെ ഭരണകാലത്ത് ബംഗാളിൽ നടന്നത് എന്താണെന്ന് ഇന്ത്യ മുഴുവൻ കണ്ടതാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകരെ, പ്രത്യേകിച്ച് BJP അനുഭാവികളെ കൊന്നൊടുക്കുക, സ്ത്രീകളെ ആക്രമിക്കുക, വീടുകൾക്ക് തീയിടുക എന്നതായിരുന്നു അവിടുത്തെ രീതി. ഇതിനെയെല്ലാം ജനാധിപത്യത്തിന്റെ കാവലാളുകളെന്ന് സ്വയം ചമയുന്ന ഇടതുപക്ഷ കോൺഗ്രസ് സഖ്യങ്ങൾ താലോലിക്കുകയായിരുന്നു. ജഹാംഗീർ ഖാനെ പോലെയുള്ള ക്രിമിനലുകളെ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളാക്കി നിർത്തി വോട്ടർമാരെ തോക്കിന് മുലയിലാണ് വോട്ട് ചെയ്യിപ്പിച്ചിരുന്നത്. സുവേന്ദു അധികാരിക്കെതിരെ അഹങ്കാരത്തോടെ വെല്ലുവിളി ഉയർത്തിയപ്പോൾ ഇയാൾ വിചാരിച്ചത് താൻ എക്കാലവും നിയമത്തിന് മുകളിലാണെന്നാണ്. പക്ഷെ ഒന്നോർക്കണം, അധികാരത്തിന്റെ ഹുങ്കിൽ ജനങ്ങളുടെ നെഞ്ചത്ത് കയറാൻ നോക്കുന്ന ഏതൊരു ഏകാധിപതിയുടെയും ഗുണ്ടയുടെയും മദ്യം ഇതുപോലെ ജനമധ്യത്തിൽ കൈകൂപ്പി നിൽക്കുന്നതായിരിക്കും. ബംഗാളിൽ ഇന്ന് നടക്കുന്നത് തൃണമൂൽ പാപങ്ങളുടെ ശമ്പളമാണ്. ഈ ഒരു സംഭവം ബംഗാൾ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റങ്ങൾ വളരെയധികം വലുതാണ്. ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കാം. ജഹാംഗീർ ഖാന്റെ ഈ അവസ്ഥ ബംഗാളിലെ മറ്റ് തൃണമൂൽ ക്രിമിനലുകൾക്കുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ്. തങ്ങളെ രക്ഷിക്കാൻ ഇനി മമതാ ബാനർജിക്കോ TMC നേതൃത്വത്തിനോ കഴിയില്ല എന്ന് അവർക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഒളിവിലുള്ള പല ഗുണ്ടകളും ഒന്നുകിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങും, അല്ലെങ്കിൽ രാഷ്ട്രീയം വിട്ട് ഓടിപ്പോകും. ഭയം കാരണം മിണ്ടാതിരിക്കുന്ന ബംഗാളിലെ സാധാരണ ജനങ്ങൾക്ക് ഈ കാഴ്ച നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിയവൻ തന്നെ തെരുവിൽ വന്ന് ജനങ്ങളോട് മാപ്പ് ചോദിക്കും
സാധിക്കുമ്പോൾ അത് ജനാധിപത്യത്തിലുള്ള ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുക്കും. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭയമില്ലാതെ വോട്ട് ചെയ്യാൻ ഇത് ജനങ്ങളെ പ്രാപ്തരാക്കും. ബംഗാളിനെ അക്രമമുക്തമാക്കുമെന്ന BJPയുടെയും ശിവേന്ദു അധികാരിയുടെയും പ്രഖ്യാപനം വെറും വാക്കല്ല, പ്രവൃത്തിയാണെന്ന് ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു. ദേശീയ സുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനും പ്രാധാന്യം നൽകുന്ന BJP ശൈലി ബംഗാളിൽ പൂർണ്ണമായി നടപ്പിലാക്കുന്നതോടെ വരും കാലങ്ങളിൽ മമതയുടെ പാർട്ടിയുടെ അന്ത്യം കുറിക്കപ്പെടും. അക്രമം കൊണ്ട് കെട്ടിപ്പൊക്കുന്ന സാമ്രാജ്യങ്ങൾക്കൊന്നും ആയുസുണ്ടാകില്ല. മമതയുടെ തണലിൽ ബംഗാളിനെ ചോരക്കളമാക്കിയ തൃണമൂൽ ഗുണ്ടകൾ ഓരോരുത്തരായി നിയമത്തിന് മുന്നിൽ മുട്ടുകുത്തുന്ന കാഴ്ചയാണ് ഇനി നാം കാണാൻ പോകുന്നത്. മമതാ ബാനർജിയുടെ ഭരണകാലത്ത് പശ്ചിമ ബംഗാളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ CBIയോ EDയോ ഏതെങ്കിലും അഴിമതി കേസോ ക്രിമിനൽ കേസോ അന്വേഷിക്കാൻ വന്നാൽ അവരെ വഴിയിൽ തടയുകയും പോലീസിനെ ഉപയോഗിച്ച് കേന്ദ്ര ഉദ്യോഗസ്ഥർക്കെതിരെ കള്ളക്കേസ് എടുപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിചിത്രമായ രീതി നിലനിന്നിരുന്നു. സംസ്ഥാന ഭരണകൂടത്തിന്റെ ഈ പരസ്യമായ പിന്തുണയാണ് ജഹാംഗീർ ഖാനെ പോലെയുള്ള പ്രാദേശിക തൃണമൂൽ നേതാക്കൾക്ക് നിയമത്തെ പുച്ഛിക്കാനുള്ള ധൈര്യം നൽകിയത്. കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്താതിരിക്കാൻ തടസ്സം നിൽക്കുകയും ആ പണം തങ്ങളുടെ പാർട്ടി ഫണ്ടിലേക്കും ഗുണ്ടകളുടെ പോക്കറ്റിലേക്കും മാറ്റുകയും ചെയ്ത വലിയൊരു മാഫിയ ശൃംഖല തന്നെ ബംഗാളിൽ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ദേശീയ സുരക്ഷയ്ക്കും നിയമവാഴ്ചയ്ക്കും മുൻഗണന നൽകുന്ന BJPയുടെ രാഷ്ട്രീയ ശൈലി ബംഗാളിൽ പിടിമുറുക്കിയതോടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടാണ് ഇപ്പോൾ തകർന്നടിഞ്ഞിരിക്കുന്നത്. ശിവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP ഉയർത്തിയ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയൊരു ആയുധമായി മാറി. മുൻപൊക്കെ തൃണമൂൽ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തുമ്പോൾ ഭയം കാരണം പരാതി നൽകാൻ പോലും മടിച്ചിരുന്ന ജനങ്ങൾ ഇന്ന് ധൈര്യത്തോടെ മുന്നോട്ട് വരികയാണ്. ജഹാംഗീർ ഖാൻ അതിർത്തി കടന്ന് നേപ്പാളിലേക്ക് രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നത് തന്നെ ഇനിയുള്ള കാലം തങ്ങളെ സംരക്ഷിക്കാൻ മമതാ ബാനർജിയുടെ പാർട്ടിക്ക് കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. ക്രിമിനലുകൾ എത്ര വലിയ സ്വാധീനമുള്ളവരാണെങ്കിലും അവർക്ക് രക്ഷപ്പെടാൻ നിയമം ഒരു വഴി പോലും ബാക്കി വെക്കില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഈ അറസ്റ്റിലൂടെ പുറത്തു വരുന്നത്. ഈ ഒരു സംഭവം നൽകുന്ന ഏറ്റവും വലിയ പാഠം എന്തെന്നാൽ അക്രമ രാഷ്ട്രീയത്തെയും അഴിമതിയും താലോലിക്കുന്ന ഒരു ഭരണകൂടത്തിനും ജനങ്ങളെ എക്കാലത്തും ഭയപ്പെടുത്തി ഭരിക്കാൻ കഴിയില്ല എന്നാണ്. അധികാരം മാറുമ്പോൾ പോലീസിന്റെ വഴിവിട്ട സംരക്ഷണം ഇല്ലാതാകുമ്പോൾ ഈ പറയുന്ന സിനിമാറ്റിക്കായ ഗുണ്ടകളെ വെറും സാധാരണ കുറ്റവാളികളായി മാറ്റാൻ അധികം സമയം വേണ്ടിവരില്ല. ഇത് കേവലം ബംഗാളിന്റെ മാത്രം കഥയല്ല. സമാനമായ രീതിയിൽ രാഷ്ട്രീയ ഗുണ്ടായിസത്തെ പ്രോത്സാഹിപ്പിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള മറ്റ് സംസ്ഥാനങ്ങളിലെ അക്രമ രാഷ്ട്രീയക്കാർക്കും ഉള്ള കൃത്യമായ ഒരു താക്കീതാണിത്. തോക്കിൻ മുനയിലോ വടിവാളിന്റെ തണലിലോ അല്ല, സമാധാനപരമായ അന്തരീക്ഷത്തിലാണ് ജനാധിപത്യം വളരേണ്ടതെന്ന് BJP ഈ നടപടിയിലൂടെ തെളിയിച്ചിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ തൃണമൂലിന്റെ കൊടിയുടെ മറവിൽ അഴിഞ്ഞാടിയ കൂടുതൽ ക്രിമിനലുകൾ ഇതേ രീതിയിൽ ജനങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ജഹാംഗീർ ഖാൻ ഇന്ന് കൈകൂപ്പിയത് വെറും ഒരു പോലീസുകാരന് മുന്നിലല്ല, താൻ അടിച്ചമർത്താൻ ശ്രമിച്ച ജനാധിപത്യത്തിനും ജനശക്തിക്കും മുന്നിലാണ്. ബംഗാളിന്റെ മണ്ണിൽ ഇനി അക്രമ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്ന BJPയുടെ പ്രഖ്യാപനത്തിന്റെ വിജയം കൂടിയാണിത്. ദീദിയുടെ ഗുണ്ടാരാജ് അവസാനിക്കുന്നു. ബംഗാൾ പുതിയൊരു പുലരിയിലേക്ക് ചുവടുവയ്ക്കുകയാണ്. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.